മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബിജെപി കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തിയിൽ. അമിത്ഷായുടെ പേര് പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടതിലും അതൃപ്തി. കേന്ദ്രമന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അനുവാദം നൽകിയേക്കില്ല. തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് മുതലാളി മനസ്സിലാക്കി. കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രി പദവിയിൽ നിന്ന് ഒഴിവാക്കുന്നതും ആലോചിക്കുകയാണ് കേന്ദ്ര നേതൃത്വം. നാടകത്തെ പുച്ഛിക്കരുത് മുതലാളി. നാടകം എന്റെ പെറ്റമ്മയും പേശങ്കട എന്റെ പോട്ടമ്മയുമാണ്. എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇനി എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു 22 എണ്ണമെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് അങ്ങ് ഇറങ്ങി. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെപ്റ്റംബർ 6 പോരും. ഇനി അതിന്റെ പേരിൽ അവര് പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഭരണം പോയാലും എനിക്കൊരു തൊഴിലറിയാവുന്നോണ്ട് ഞാൻ ജീവിക്കും. ബാക്കി അണികൾ തെണ്ടും. ജീവിക്കാൻ അവന്മാർക്ക് വേറെന്താണ് ഒരു വഴി? എനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും. എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും. അതത് പറ്റുന്നില്ല. എന്തൊരു കഷ്ടമാണിത്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണേ. തൃശ്ശൂർക്കാർക്കാണ് എന്നെ ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തത്. ഓ 5 വർഷം കൂടുമ്പോഴല്ലേ ഞങ്ങളെപ്പോലുള്ള പുഴുക്കൾക്ക് വിലയുണ്ടാകത്തുള്ളൂ. അന്നേരം ആലോചിക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസം ഫിലിം ചേംബറിന്റെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞ ആ കാര്യങ്ങൾ ബിജെപി കേന്ദ്ര നേതൃത്വത്തിൽ കടുത്ത അതൃപ്തിക്ക് കാരണമാക്കിയിരിക്കുകയാണ്. അതൊരു നിമിഷ നേരത്തെ കൈപ്പഴ. അന്നേരം നമ്മളെ നാവിലേതോ ഇബിലീസ് കയറി നമ്മളെ കൊണ്ടത് പറയിപ്പിച്ചതാ. മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്നുള്ള സുരേഷ് ഗോപിയുടെ ആ ഒരു പരാമർശം കേന്ദ്ര നേതൃത്വത്തിന്റെ നീരസത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചു. മാത്രമല്ല അമിത്ഷാ ഈ 22 സിനിമകളിൽ അഭിനയിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ കെട്ട് അമിത്ഷാ എടുത്തെറിഞ്ഞു എന്നുള്ള പരാമർശം, അങ്ങനെ പ്രസംഗത്തിലേക്ക് അമിത്ഷായുടെ പേര് വലിച്ചിഴച്ചത്, ഇതൊക്കെ തന്നെ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. എനിക്കൊന്നും ഇഷ്ടമെന്ന് പറഞ്ഞേക്ക്. ഓക്കേ ടാറ്റ.